ജീവൻ കൈപിടിച്ചു പോകുന്ന ആംബുലൻസ് ഗതാഗതക്കുരുക്കിൽപ്പെട്ടപ്പോൾ ഓടിക്കൊണ്ട് വഴിയൊരുക്കുന്ന പോലീസുകാരന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. പാലക്കാട് മുട്ടിക്കുളങ്ങര MR ക്യാമ്പിലെ പാലക്കാട് കോട്ടായി സ്വദേശി മണികണ്ഠനാണ് ആംബുലൻസിന് വഴിയൊരുക്കുന്ന വീഡിയോയിലെ താരം. കഴിഞ്ഞ ദിവസം തൃശൂരിൽ നിന്ന് എറണാകുളത്തെ ആശുപത്രിയിലേക്ക് രോഗിയുമായി പോയ ആംബുലൻസ് ഡ്രൈവറാണ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. കഴിഞ്ഞ ദിവസം രാജഗിരി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ 15 മിനിറ്റോളം ബ്ലോക്കിൽ കിടന്നു. അപ്പോൾ പിന്നെ സാറ് നമുക്ക് വണ്ടിയുടെ മുന്നിൽ ഓടിക്കൊണ്ട് വഴി ക്ലിയർ ആക്കി തന്നു. 15 മിനിറ്റോളം എന്തായാലും ബ്ലോക്കിൽ കിടന്നുണ്ടാവും. അപ്പോൾ ആളത് കണ്ട് നമുക്ക് വഴി ക്ലിയർ ആക്കി തന്ന വ്യക്തിയാണ്. ഇതാണ് അവസ്ഥ. നമ്മൾ ചെറിയൊരു 10 മിനിറ്റ് എന്തായാലും ഈ ബ്ലോക്കിൽ എടുക്കും. ഇന്ന് രാവിലെയും കൂടി ഞാൻ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് പോയതാണ്. ഇത് തന്നെയാണ് അവസ്ഥ. ഇന്ന് രാവിലെ ആളുപോലെ വഴി ക്ലിയർ ആക്കി തന്നു. 10 മിനിറ്റിലേറെ കാത്തുകിടക്കേണ്ടി വന്ന ആംബുലൻസ് മണികണ്ഠന്റെ ഇടപെടലോടെയാണ് ഗതാഗതക്കുരുക്കിൽ നിന്നും കരകയറിയത്. ഇഴഞ്ഞു നീങ്ങുന്ന വാഹനങ്ങൾക്കിടയിലൂടെ വിസിലടിച്ച് ഓടി നടന്ന ആംബുലൻസുകൾക്ക് വഴിയൊരുക്കുകയാണ് മണികണ്ഠൻ. 3 മാസം മുൻപ് പോലീസിലെത്തിയ മണികണ്ഠന് ഒരാഴ്ചയായി പുതുക്കാട് പോലീസ് സ്റ്റേഷന് കീഴിലെ ഗതാഗത നിയന്ത്രണ സംഘത്തിലാണ് ഡ്യൂട്ടി. വലിയ ഗതാഗതക്കുരുക്ക് കണ്ടപ്പോൾ ആദ്യം ആശങ്കയാണ് തോന്നിയതെങ്കിലും സാധ്യമാകുന്ന ഗതാഗത നിയന്ത്രണത്തിന് സഹായിക്കുകയാണ് മണികണ്ഠൻ. എങ്ങനെ ശ്രമിച്ചാലും തീരാത്ത ബ്ലോക്കിൽ ആംബുലൻസുകൾ എത്തിയാൽ മണികണ്ഠനും കൂടെയുള്ള മറ്റു പോലീസുകാരും കടത്തിവിടാനുള്ള പരിശ്രമത്തിലെത്തും. 20ലേറെ ആംബുലൻസുകൾ ഇവിടെ ഗതാഗതക്കുരുക്കിൽ പെടുന്നുണ്ടെന്നാണ് ഏകദേശ കണക്ക്. ആമ്പല്ലൂരിലെ ഗതാഗതക്കുരുക്ക് കണ്ട് ആദ്യമൊന്ന് പകച്ചുപോയെങ്കിലും ജീവനും കൊണ്ട് പാഞ്ഞുവരുന്ന ആംബുലൻസുകളെ വേഗത്തിൽ കടത്തിവിട്ടു തുടങ്ങിയതോടെ ജോലി ആവേശമായി മാറിയതായും മണികണ്ഠൻ പറഞ്ഞു. ജോലിയിൽ ചുരുങ്ങിയ കാലത്തെ പരിചയമുള്ളുവെങ്കിലും തഴക്കം വന്നൊരാൾ ചെയ്യുന്ന രീതിയിലാണ് മണികണ്ഠന്റെ ഗതാഗത നിയന്ത്രണം. കർഷക കുടുംബത്തിലെ അംഗമായ മണികണ്ഠൻ പ്ലംബിംഗ് ഉൾപ്പെടെയുള്ള പല ജോലികളും ചെയ്തിട്ടുണ്ട്. ദിവസം 6 മണിക്കൂർ ജോലിയിലെ ഓട്ടപ്പാച്ചിലിനിടയിൽ വിശ്രമിക്കാൻ പോലും ഈ 33കാരൻ നിൽക്കാറില്ല. ആംബുലൻസിനെ കടത്തിവിടുന്ന വീഡിയോ വൈറലായതോടെ പ്രശംസിക്കാനെത്തുന്നവരോട് ഇതൊക്കെ ജോലിയുടെ ഭാഗമല്ലേ എന്നുള്ള എളിമയോടെയുള്ള മറുപടിയാണ് മണികണ്ഠന്റേത്.